നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഭാര്യയുടെ ശരീരത്തിൽ ദുരാത്മാവ് കയറി എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും ആഭിചാരക്രിയ. കോട്ടയം മണർകാട്ടെ വീട്ടിലാണ് യുവതി കൊടിയ പീഡനത്തിന് ചൂഷണത്തിന് ഇരയായത്. ആഭിചാരക്രിയയ്ക്കായി യുവതിയെ ഉപദ്രവിച്ച കേസിൽ ഭർത്താവും ഭർത്തൃപിതാവും അടക്കം 3 പേർ അറസ്റ്റിലായി. കോട്ടയം മണർകാട് തിരുവഞ്ചൂർ സ്വദേശി അഖിൽദാസ്, അയാളുടെ അച്ഛൻ ദാസ് ആഭിചാരക്രിയ നടത്തിയ പത്തനംതിട്ട പെരുന്തുരുത്തി സ്വദേശി ശിവദാസ് എന്നിവരാണ് പിടിയിലായത്. അഖിൽദാസിന്റെ ഭാര്യയുടെ ശരീരത്തിൽ ദുരാത്മാവ് കയറി എന്ന് ആരോപിച്ചായിരുന്നു ആഭിചാരക്രിയ. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, അങ്ങേറ്റം ഞെട്ടിപ്പിക്കുന്നൊരു ദൃശ്യമാണിത്. കാരണം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ രീതിയിലുള്ള ആഭിചാരക്രിയകൾ നടക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾ നടക്കുന്നുണ്ട് എന്നതിൻ്റെ പ്രധാനപ്പെട്ട തെളിവാണ്. എങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്? എങ്ങനെയാണ് ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ പോലീസ് 3 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ടോം, ഇതിൽ ഈ യുവതിയുടെ ഭർത്തൃ സഹോദരിയാണ് ഈ ദൃശ്യം പകർത്തിയത്. ഈ ആഭിചാര ക്രിയ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ അവർ പകർത്തിയിരുന്നു. അതവരെ മദ്യം കുടിപ്പിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങളാണ് പകർത്തിയത്. ഒരുപക്ഷെ ഇത് ഏതെങ്കിലും തരത്തിൽ പുറത്തു പോയാൽ അത് ഇവർ മദ്യം കുടിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് എന്ന നിലയിൽ കാട്ടാൻ വേണ്ടിയാണ് എന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ വീഡിയോ അവർ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ പോലീസിൽ പരാതി എത്തിയതോടെ പോലീസാണ് മൊബൈൽ ഫോണിൽ നിന്ന് ഈ ദൃശ്യങ്ങൾ വീണ്ടെടുത്തത്. ഈ മാസം 2-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 2 രാവിലെ ഏതാണ്ട് 11 മണി മുതൽ ഈ മന്ത്രവാദി വീട്ടിലെത്തുന്നു. അതിനുശേഷം രാത്രി ഏതാണ്ട് 9 മണി വരെ ഈ ക്രിയകൾ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മുടിയും മറ്റും ആണിയിൽ കെട്ടിക്കൊണ്ട് തടിയിൽ അടിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. ഏറ്റവും ഒടുവിൽ അത് മുറിച്ചു കളയുകയും ചെയ്തു. മുടിയുടെ ഭാഗം ഈ അറ്റം മുറിച്ചു കളയുന്നു. അതായത് ഒരു ആഭിചാരക്രിയയുടെ എല്ലാ രീതിയിലും ഉള്ള കാര്യങ്ങളാണ് അവിടെ നടന്നത് എന്ന് തന്നെ നമുക്ക് ഈ യുവതിയുടെ മൊഴിയിൽ നിന്ന് യുവതിയുടെ പ്രതികരണം അടക്കം നമുക്ക് ലഭ്യമാണ്. ആ പ്രതികരണത്തിൽ അടക്കം വ്യക്തമാകുന്നത് അത് തന്നെയാണ്. എന്തായാലും ഈ 3 പേർ മാത്രമല്ല, ഈ മാതാവ് കൂടി, ഭർത്തൃമാതാവ് കൂടി, അഖിലിന്റെ മാതാവും ഈ കേസിൽ പ്രതിയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷെ ഇവർ ഒളിവിൽ പോയിരിക്കുകയാണ്. ഈ ഭർത്തൃമാതാവാണ് ഇതിനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയത്. ഈ മന്ത്രവാദി അടക്കം കൊണ്ടുവന്നത് അവരാണ് എന്നാണ് പറയുന്നത്. അതായത് ഈ യുവതിയുടെ അടുത്ത് മരിച്ച മാതൃ സഹോദരി അടക്കമുള്ളവരുടെ 8 പേരുടെ ദുരാത്മാവ് ഇവരുടെ ശരീരത്തിൽ കൂടിയിട്ടുണ്ട് എന്നും ഇത് ഒഴിപ്പിക്കണം, ഇടയ്ക്കിടെ വീട്ടിൽ വഴക്കുണ്ടാകുന്നുണ്ട്, ഇതിന് കാരണം ഈ ദുരാത്മാക്കളാണ് എന്നുള്ള വിശ്വാസപ്രകാരമാണ് ഈ മന്ത്രവാദിയെ വിളിച്ചു വരുത്തുകയും കാര്യങ്ങളും മറ്റും ചെയ്തത്. അതായത് ഇവരെ ഏതാണ്ട് 3 വർഷമായി അഖിലും ഈ പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇവർ വിവാഹം, ഭാര്യ ഭർത്താക്കന്മാരായാൽ വീടുകളിൽ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇവിടെ ഭർത്താവുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം യുവതിയുടെ ശരീരത്തിൽ ബാധ കയറിയതാണെന്ന് പറയുന്നു. അതിന് പേരിൽ ഭർത്താവിൻ്റെ അമ്മയാണ് ഈ മന്ത്രവാദിയെ കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. പക്ഷെ നിലവിൽ ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ? ഈ ഭർത്താവിൻ്റെ അമ്മയ്ക്കല്ല ഈ കേസിൽ പ്രധാനമായും പങ്ക്? ഈ യുവതിയെ ഈ രീതിയിൽ യുവതിക്ക് ശരീരത്തിൽ ബാധ കയറി എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ഈ അമ്മയല്ലേ? ഈ അമ്മയെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. വൈകാതെ അറസ്റ്റ് ഉണ്ടാകും. ഈ യുവതി വീട്ടിലെത്തി, അതായത് ഈ സംഭവം ഉണ്ടായ ശേഷം നെറ്റിക്കടക്കം ഇവരെ കൊണ്ട് ബീഡി വലിപ്പിച്ചിരുന്നു. ആ ബീഡി നെറ്റിയിൽ കുത്തി പൊള്ളലേൽപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഈ പെൺകുട്ടി പിറ്റേ ദിവസം വീട്ടിലെത്തിയപ്പോൾ പിതാവ് ഇത് കണ്ട ശേഷമാണ്, ഈ പെൺകുട്ടിയുടെ പിതാവ് കണ്ട ശേഷമാണ് പോലീസിനെ അറിയിച്ചത്. അങ്ങനെയാണ് ഇവർ ഈ കേസിലേക്ക് പോകുന്നത്. മറ്റൊന്നുള്ളത്, ഈ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഈ പെൺകുട്ടിയും ഈ യുവാവിനൊപ്പം ഒരുമിച്ച് കഴിയുകയായിരുന്നു. ഇവർ പ്രണയ വിവാഹമായിരുന്നു. പക്ഷെ വിവാഹമായി നടന്നിട്ടില്ല, അതായത് രജിസ്റ്റർ വിവാഹം നടന്നിട്ടില്ല. അതിനും ഈ മന്ത്രവാദി കാരണമാണ്. ഇപ്പോൾ വിവാഹം കഴിക്കേണ്ട, ചില ദ്രോഹങ്ങളും ശല്യങ്ങളും മറ്റുമുണ്ട്, അത് ഒഴിപ്പിച്ച ശേഷം മതി എന്ന നിശ്ചയം. അതായത് ഉടൻ തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് ഈ ക്രിയകൾ ചെയ്തത് എന്നുള്ളതാണ് ഇതിൽ ഏറെ ഞെട്ടിപ്പിക്കുന്നത്. എന്തായാലും ഈ ക്രിയകൾ ഈ തരത്തിൽ ക്രൂരതയിലേക്ക് കടന്നതോടുകൂടിയാണ് ഇതൊരു കേസായി മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. മദ്യം കുടിപ്പിക്കുകയും ഒപ്പം തന്നെ ഈ ബീഡിക്കുറ്റി കൊണ്ട് നെറ്റിയിൽ കുത്തി മുറിവേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇതിനെല്ലാം മാതാവും ഇതിന്റെ ഭാഗമാണ്. പക്ഷെ ഇത് പുറത്തായി കേസായി എന്ന് അറിഞ്ഞ ഉടൻ തന്നെ അവർ സംഭവ സ്ഥലത്ത് നിന്ന് മാറി എന്നാണ് അറിയുന്നത്. അവരെ വൈകാതെ തന്നെ പിടികൂടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് പോലീസ് പങ്കുവെക്കുന്നത്. എന്തായാലും ഇതിൽ ഈ
മന്ത്രവാദി ഉൾപ്പെടെ ഇത്തരത്തിൽ കൂടുതൽ സംഭവങ്ങൾ ഇനി ചെയ്തിട്ടുണ്ടോ? ഇത് മന്ത്രവാദി എന്ന് പറയുമ്പോൾ അയാൾ സ്ഥിരമായി ഇത്തരം ചെയ്യുന്ന ആളുകളായിരിക്കുമല്ലോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം പരിശോധിക്കാനുള്ള ശ്രമങ്ങളും പോലീസ് നടത്തുന്നുണ്ട്. തീർച്ചയായും അതേക്കുറിച്ച് എന്തായാലും പരിശോധിക്കേണ്ടതാണ്. കാരണം ഒരു ദുർമന്ത്രവാദിയാണ് എന്ന് പറയുന്നു. ഇയാൾ ഇതിനു മുൻപ്, പ്രത്യേകിച്ചും പത്തനംതിട്ട സ്വദേശിയാണ്, ആ പ്രദേശങ്ങളിൽ ഇതിനു മുൻപ് ഇതുപോലുള്ള ആഭിചാര ക്രിയകൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല അങ്ങനെയെങ്കിൽ അയാളുടെ വീടും ആ പരിസര പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം ആവശ്യമല്ലേ ശ്രീജിത്ത്? തീർച്ചയായും ഇയാളെ പിടികൂടുമ്പോൾ തന്നെ ഇത് പോലീസ് കേസായി എന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ഇയാൾ ഫോൺ ഓഫ് ചെയ്തിരുന്നു ഈ മന്ത്രവാദി. അതിനുശേഷം മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ വീടിന് സമീപത്ത് പെരുന്തുരുത്തിയിലാണ്. അവിടുന്ന് തന്നെ ഇയാളെ പിടികൂടുന്ന സ്ഥിതിവിശേഷമാണ്, സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ പ്രധാനപ്പെട്ട ടോം, ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുന്നത്, ഇതിപ്പോ നൂറുകണക്കിന് സംഭവങ്ങൾ നടക്കുന്നുണ്ടാകും നമ്മുടെ നാട്ടിൽ. ഇത്തരം ആഭിചാര ക്രിയകൾക്കെതിരായ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നുവെന്ന് സർക്കാർ പറയുന്നു. പക്ഷെ ഇതൊക്കെ ചിലരുടെ വിശ്വാസപ്രകാരം അവർ വളരെ കാര്യമായി വിശ്വസിച്ചാണ് ഇതിലേക്കൊക്കെ ചെയ്യുന്നത്. ഇതെത്ര ക്രൂരതയാണെന്നോ എന്നുള്ള ചിന്തയൊന്നും ഇക്കാലത്തും അവർക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വിദ്യാഭ്യാസപരമായൊക്കെ കേരളം വളരെ മുന്നോട്ട് പോകുമ്പോഴും ഇത്തരത്തിൽ ചിന്തിക്കുന്ന, ഇതൊരു ദേഹോപദ്രവം ഏൽപ്പിക്കുക എന്നുള്ളത് ഈ വിശ്വാസത്തിന്റെ ഭാഗമായി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. അതല്ലാതെ മരുമോളെ ബോധപൂർവം ദ്രോഹിക്കുക എന്നുള്ളത് ഉള്ളതിനപ്പുറത്തേക്ക്, പ്രത്യേകിച്ച് ഭർത്താവ് ഇവരെല്ലാം വിവാഹം കഴിക്കാനിരിക്കുകയായിരുന്നു. ഭർത്താവെങ്കിലും അത് തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം വിശ്വസിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പരാതിക്കാരുണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ ഈ യുവതിയും അത് തന്നെയായിരിക്കുമോ വിശ്വസിച്ചത്? കാരണം ഇതുപോലുള്ള ഒരു ആഭിചാരക്രിയ നടത്തുകയല്ല, ഈ വിവാഹത്തിന് വേണ്ടി മന്ത്രവാദം നടത്തുന്നു എന്ന രീതിയിലും അവരും ഈ യുവതിയും, അതായത് ഈ ആഭിചാരക്രിയക്ക് ഇരയായ യുവതിയുടെ അറിവോടുകൂടി തന്നെ ആയിരുന്നോ ഈ കർമ്മങ്ങൾ, ഇതുപോലുള്ള ദുരാചാരങ്ങൾ അവിടെ നടത്തിയത്? യുവതി ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടുപേരുടെ വിവാഹം നിയമപരമായി നടക്കാതിരിക്കാൻ കാരണം ഇയാളാണ്, ഈ മന്ത്രവാദിയാണ്. മന്ത്രവാദിയോട് ഇപ്പോൾ വിവാഹം നടക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ, അതായത് ഈ മന്ത്രവാദി പറയുന്നതിനനുസരിച്ചാണ് വീട്ടിൽ കാര്യങ്ങളെല്ലാം നടന്നിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നടന്നാൽ, ഈ ഒരു ക്രിയകൾ നടന്നാൽ എല്ലാ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് കരുതി. പക്ഷെ ഒരിക്കലും ഇത്തരം ക്രൂരമായ പീഡനങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് യുവതി ധരിച്ചിട്ടുണ്ടാകില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ അതിന് നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ ഇത് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് യുവതിയുടെ പിതാവാണ് ഇത് ഇത്തരം ക്രൂര പീഡനത്തിനിരയായി എന്ന കാര്യം മനസ്സിലാക്കുകയും തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഇതൊരു തുടർ നടപടിയിലേക്ക് കടന്നത്. വെറ്റയും പാക്കും മഞ്ഞൾ വെള്ളവും മന്ത്രവാദി കൊണ്ടുവന്നു. പൂജയ്ക്ക് കബഡിക്ക് പകരം ബാത്റൂമിലെ ടൈലാണ് കൊണ്ടുവന്നതെന്നാണ് യുവതി മാധ്യമങ്ങളോട് പറഞ്ഞ യുവതിയുടെ പ്രതികരണത്തിലേക്ക്. എൻ്റെ ദേഹത്ത് ബാധയുണ്ട്, കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ബാധയുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഇവരെന്നെ കൊണ്ട് കള്ള് കുടിപ്പിച്ചെന്ന് ഇവർ പറഞ്ഞു, ബീഡി വലിപ്പിച്ചെന്ന് പറഞ്ഞു. ഇവരൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. എനിക്ക് ആ സമയത്ത് ആ പട്ട് കെട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ എന്തോ പോലെ തോന്നി കഴിഞ്ഞപ്പം എനിക്ക് എന്നെ സംഭവിച്ചെന്ന് എനിക്ക് പിന്നെ അറിയത്തില്ല. ഒരു 12 മണിയായി കാണും എൻ്റെ ദേഹത്ത് പൂജ തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞത് 2 മണിയൊക്കെ ആയി കഴിഞ്ഞു. എൻ്റെ ദേഹത്ത് ഞാൻ ബീഡി വലിച്ചപ്പം കൊണ്ടെന്ന് പറഞ്ഞു നെറ്റിയിൽ പാട്. വീണ്ടും ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഈ സംഭവത്തിന് ശേഷമാണ് ഇതിൻ്റെ ഗൗരവം പോലും യുവതി മനസ്സിലാക്കുന്നതാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ എവിടെയാണ്? ഭർത്താവിൻ്റെ വീട്ടിലാണോ അതോ സ്വന്തം വീട്ടിലേക്ക് പോയോ? സംഭവത്തിൽ നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യുവതിയുടെ തീരുമാനം. ടോം, നിയമ നടപടി പൂർത്തിയായി. അതിന്റെ ഭാഗമായാണ് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ളതും റിമാൻഡിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അതെല്ലാം പൂർത്തിയായി. ഇതിന് ശേഷമാണ് ഈ സംഭവങ്ങൾ പുറത്തു വരുന്നത് തന്നെ. യുവതി ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ വീട്ടിലേക്ക് വരികയും ചെയ്തിരുന്നു. അത് കോട്ടയം നഗരത്തിലാണ് ഇവരുടെ വീടുള്ളത്. അവിടേക്ക് എത്തുകയും ചെയ്തു. തുടർന്നാണ് വീട്ടുകാരെ വിവരം അറിയിച്ചതോടെയാണ് ഈ പരാതിയുമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തത്. പരാതിയുമായി മുന്നോട്ട് പോവുകയും അത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത് ആ ഘട്ടത്തിലാണ്. എന്തായാലും ഇനി ഈ കേസിലാകെ ബാക്കിയുള്ളത്, ഇതിന്റെ വിവരങ്ങളെല്ലാം ഏതാണ്ട് പുറത്തു വന്നു കഴിഞ്ഞു. ഇതിലാകെ ബാക്കിയുള്ളത് ഈ ഭർത്തൃമാതാവിന്റെ അറസ്റ്റാണ്. അതും ഒരുപക്ഷെ വൈകാതെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വ്യക്തമാണ്. കോട്ടയത്ത് നിന്നും ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കൊട്ടാരക്കരയിൽ തട്ടിപ്പുകാർ വനിതാ ഡോക്ടറെ വെർച്വൽ അറസ്റ്റിലൂടെ ഭീഷണിപ്പെടുത്തിയത്
48 മണിക്കൂറോളം. പുറംലോകവുമായി ബന്ധപ്പെടാനോ മറ്റാരോടും സംസാരിക്കാനോ അനുവദിച്ചില്ല. മുംബൈയിലെ CBI ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞാണ് സൈബർ തട്ടിപ്പ് സംഘം ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെട്ടത്. പിന്നീട് വെർച്വൽ അറസ്റ്റിലാക്കി 990 കോടി രൂപ കള്ളപ്പണം ഡോക്ടറുടെ അക്കൗണ്ടിലൂടെ കടത്തിയെന്ന് പറഞ്ഞാണ് ഫോൺ കോൾ വന്നത്. ജെറ്റ് എയർവേസിലെ വ്യവസായിയുടെ പണം ഏകദേശം 900 കോടി രൂപ ഡോക്ടറുടെ അക്കൗണ്ടിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെന്നും അത് വിളിപ്പിച്ച ഡോക്ടർ അക്കൗണ്ട് വഴിയാണെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടറിനെ ഒരു വെർച്വൽ അറസ്റ്റിൽ നിർത്തുകയായിരുന്നു. ഏതാണ്ട് 48 hours അവർ ഡോക്ടറിനെ വെർച്വൽ അറസ്റ്റിൽ നിർത്തുകയുണ്ടായി. ഇത് ഓൺലൈൻ വഴി വാട്സപ്പ് കോൾ വഴി വിളിക്കുകയായിരുന്നു. തുടർന്ന് വീഡിയോ കോൾ വഴി അവരെ വെർച്വൽ അറസ്റ്റ് ചെയ്തതായിട്ട് നിർദ്ദേശിക്കുകയും അതുവഴി വ്യാജ എഗ്രിമെൻറ്റ് അയച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അത് CBI കൊളാബ യൂണിറ്റിൽ നിന്ന് വിളിക്കുന്നു എന്നാണ് അറിയിച്ചത്. ഇതെല്ലാം തന്നെ തട്ടിപ്പ് സംഘത്തിൻ്റെ ഒരു ഇതായിരുന്നു. അതോടുകൂടി ഡോക്ടർ പേടിച്ച് പിന്നെ ആരുടെ മിണ്ടുകയോ ജോലിക്ക് പോവുകയോ ചെയ്യാതിരുന്നു. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയാണ്. അടുത്ത ദിവസം പോലീസ് അവിടെ ചെന്ന് ഡോക്ടറെ കൺവിൻസ് ചെയ്ത ശേഷം മാത്രമാണ് ഡോക്ടർ വീട്ടിനകത്തേക്ക് പോലും പോലീസിന് പ്രവേശിക്കാൻ സാധിച്ചത്. വിശദാംശങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, കഴിഞ്ഞ ദിവസം ഈ ഡിജിറ്റൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്ക് പറഞ്ഞ കാര്യം ഇതുപോലുള്ള ഓൺലൈൻ തട്ടിപ്പുകളെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടണമെന്നാണ്. കാരണം നമ്മുടെ രാജ്യത്ത് ഓരോ ദിവസവും കോടികളുടെ ഡിജിറ്റൽ തട്ടിപ്പുകൾ നടക്കുന്നു. അതിൽ വലിയ രീതിയിൽ സാമ്പത്തികമുള്ള അതല്ലെങ്കിൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളിൽ നിന്നാണ് പലപ്പോഴും പണം തട്ടിയെടുക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ആലപ്പുഴയിൽ ഒരു ഡോക്ടറുടെ ഡോക്ടറുടെ കയ്യിൽ നിന്നും സൈബർ തട്ടിപ്പ് സംഘം 7 കോടി രൂപ തട്ടിയെടുത്ത ഈ സമീപകാലത്താണ്. സമാനമായ രീതിയിൽ നിരവധി പ്രമുഖരെ കബളിപ്പിച്ച സംഭവമുണ്ടായി. ഈ കൊല്ലം കൊട്ടാരക്കരയിലെ ഈ വനിതാ ഡോക്ടറെ എങ്ങനെയാണ് ഇവർ കബളിപ്പിക്കാൻ ശ്രമിച്ചത്? ഈ ഡോക്ടർക്ക് പണം നഷ്ടമായിരുന്നോ? എങ്ങനെയാണ് സംഭവം പുറത്തു വന്നത്? വിനീഷ്. ടോം, ഇത് കഴിഞ്ഞ ദിവസമാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. കൊട്ടാരക്കരയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്ത ഒരു വനിതാ ഡോക്ടറാണ്. ഇവർ രാവിലെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് തയ്യാറെടുത്ത സമയത്തായിരുന്നു ഒരു വീഡിയോ കോൾ വന്നത്. ഈ വീഡിയോ കോൾ ഇപ്രകാരമാണ്: CBI ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. താങ്കളുടെ അക്കൗണ്ടിൽ കള്ളപ്പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് ഒരു സ്വകാര്യ വിമാന കമ്പനിയുടെ മുതലാളിയുടെ പേരിലുള്ള 900 കോടി രൂപ താങ്കളുടെ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്കളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന തരത്തിലുള്ള ഒരു സന്ദേശം, ഒരു വീഡിയോ കോൾ ലഭിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ വലിയ രീതിയിൽ പേടിച്ചു ഈ വനിതാ ഡോക്ടർ. അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകളെല്ലാം തന്നെ ഇവർ അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇവരുടെ ഫോൺ ഫ്രീസ് ചെയ്തു. മറ്റാരുമായി ബന്ധപ്പെടാൻ അനുവദിച്ചില്ല. അങ്ങനെ വീഡിയോ കോളിലൂടെ മാത്രം മണിക്കൂറുകളോളം, ഏകദേശം 48 മണിക്കൂറോളം ഇവരെ മാനസികമായിട്ട് എത്രത്തോളം വിഷമിപ്പിച്ചു, അങ്ങനെ ഇരുത്തുകയും ചെയ്തു. അപ്പോൾ ടോം, ഇതിനകത്ത് മറ്റൊരു കാര്യം, ഡ്യൂട്ടിക്ക് പോകേണ്ട ഡോക്ടറാണ്. 2 ദിവസമായിട്ടും ഡ്യൂട്ടിയിലെത്തുന്നില്ല. അതുപോലെ തന്നെ ഇവരുടെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടത്തിയത്. അപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ ചാർജ് തീരാൻ സാധ്യതയായതുകൊണ്ട് ഈ ഡോക്ടർ തന്നെ അവരുടെ ഒരു ഡ്രൈവറോട് പവർ ബാങ്ക് വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതെല്ലാം ചില സംശയങ്ങൾക്ക് വഴിവെച്ചു, അതായത് ഈ ബന്ധുക്കൾക്ക്. അങ്ങനെയാണ് പോലീസിനെ ഇത് വിവരം അറിയിക്കുന്നത്. കൊട്ടാരക്കര പോലീസിൽ ഈ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ തന്നെ ഏകദേശം പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ചില ധാരണകൾ മുൻപ് ഉണ്ടായതുകൊണ്ട് തന്നെ പോലീസിന് കൃത്യമായി മനസ്സിലാക്കാനും സാധിച്ചു. പോലീസ് അവിടെ എത്തിയപ്പോൾ ഒരിക്കലും ഈ ഡോക്ടർ കതക് തുറക്കാനോ പോലീസുമായി സഹകരിക്കാനോ തയ്യാറായില്ല. കാരണം അത്രത്തോളം ഇവർ പേടിച്ചിരിക്കുകയായിരുന്നു. അവരുടെ ആ ഒരു ഈ പറയുന്ന അവരുടെ ഒരു ട്രാപ്പിൽ അകപ്പെട്ടൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചാണ് ഡോക്ടറെ ഇത് ഒരു തട്ടിപ്പ് സംഘമാണ്, ഡോക്ടർ ഭയപ്പെടേണ്ട എന്ന തരത്തിൽ ചില മെസ്സേജുകളും കൗൺസിലിംഗ് ഒക്കെ നടത്തിയതിനു ശേഷമാണ് അതിൽ നിന്നും ഡോക്ടറെ രക്ഷപ്പെടുത്തിയിട്ടും. ഇത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ജില്ലയിൽ ആവർത്തിച്ചു വരുന്നുണ്ട്. ടോമിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ഉന്നത രീതിയിൽ ജോലി ചെയ്തു വരുന്നവരെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിടുന്നത്. ശരിക്കും അവരാണ് ഏറ്റവും കൂടുതൽ ഈ തട്ടിപ്പിന് ഇരയാകുകയും ചെയ്യുന്നത്. പക്ഷേ പോലീസ് ആ സമയത്ത് കൃത്യമായി ഇടപെട്ടത് കൊണ്ടാണ് ഈ ഡോക്ടറുടെ പണം നഷ്ടപ്പെടാതെ പോയത്. കാരണം ഈ ബാങ്ക് രേഖകളെല്ലാം തന്നെ ഈ തട്ടിപ്പ് സംഘങ്ങൾ കൈക്കലാക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. ബാങ്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാഹചര്യം വരെ എത്തിയപ്പോഴാണ് പോലീസ് കൃത്യമായി അവിടെ ഇടപെട്ടതും ഡോക്ടറെ അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ സാധിച്ചതും. ടോം,
വിനീഷ്, എന്തായാലും അവിടെ കൃത്യമായും പോലീസിൻ്റെ ഇടപെടൽ, ആ കുടുംബാംഗങ്ങളുടെ ജാഗ്രത, ഇതാണ് ഈ തട്ടിപ്പ് പുറത്തു വരാൻ കാരണമായത്. പക്ഷേ ഈ തട്ടിപ്പ് സംഘങ്ങളിലേക്ക് അന്വേഷണം എത്താൻ കഴിയുമോ? ഇത് എവിടുന്നാണ് ഈ ഫോൺ കോൾ വന്നത്? മലയാളികൾക്ക് ഇതിൽ ബന്ധമുണ്ടോ? അത്തരം എന്തെങ്കിലും സൂചനകൾ പുറത്തു വന്നിട്ടുണ്ടോ? ടോം, നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ പോലീസിന് ലഭ്യമായിരിക്കുന്നത് ഇതിൽ ചില മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തട്ടിപ്പിന് നമുക്കറിയാം, ചില കേസുകൾ പരിശോധിച്ചാൽ തന്നെ അറിയാം, ഇതിലെല്ലാം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇതിൻ്റെ പിന്നിൽ ചില മലയാളികളാണ് ഉള്ളതെന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഇതിലും അത്തരം മലയാളികളുടെ ഒരു സാന്നിധ്യമുണ്ടോ എന്നതുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൊട്ടാരക്കര സൈബർ വിങ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് തന്നെ നമുക്ക് അല്പസമയം ഉടൻ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. കാരണം ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ ഒരു വിവരം എന്ന് തന്നെ പറയാം. ഇത്ര അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും ഈ ഒരു ബന്ധുക്കളിൽ നിന്നും കിട്ടിയ വിവരവും ജില്ലാ പോലീസ് മേധാവിക്കാണ് ആദ്യം ലഭിക്കുന്നത്. മേധാവിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് കൊട്ടാരക്കര പോലീസ് അവിടെ എത്തുന്നതും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഉടൻ തന്നെ ഇവരിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് അറിയുന്നത്. നമുക്കറിയാം, ഈ ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ള ചില പോലീസുകാരുടെ പ്രൊഫൈൽ വെച്ച് തന്നെ ചില തട്ടിപ്പുകളും സൈബർ കേന്ദ്രങ്ങളിൽ സജീവമാണ്. ഇതിനെതിരെയെല്ലാം അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഇത് അതിലും വലിയ ഒരു റാക്കറ്റ് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. ടോം സൂചിപ്പിച്ച മറ്റ് സംസ്ഥാനത്തുണ്ടായ മറ്റ് കേസുകളെല്ലാം ഉണ്ട്. ഡോക്ടറുടെ പണം നഷ്ടപ്പെട്ട ഇതാണ് ഒരു പരിധിയിൽ അതിശയിപ്പിക്കുന്ന കാര്യം വിനീഷ്. കാരണം നമുക്കറിയാം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ടെലിഫോണിലൂടെയൊക്കെ തുടർച്ചയായി ബോധവൽക്കരണം നൽകിയതാണ്. ഈ രീതിയിലുള്ള സൈബർ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. CBI നിന്നും ED നിന്നും എന്തൊരു പറയുന്നു, ജഡ്ജിയാണെന്ന് പറഞ്ഞ് പോലും തട്ടിപ്പ് സംഘങ്ങൾ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ഇതൊന്നും അറിയാത്ത ഒരു വിഭാഗം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് ഈ ഡോക്ടർ ഈ തട്ടിപ്പിനിരയായ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായും ടോം, ഇവർ നൽകുന്ന ചില രേഖകളുണ്ട്. അതായത് തട്ടിപ്പ് സംഘങ്ങൾ നൽകുന്ന ചില രേഖകൾ, താങ്കളെ അറസ്റ്റ് ചെയ്തു, ഇവർക്ക് അതായത് വിശ്വാസം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ചില രേഖകളാണ്. പക്ഷേ ഈ രേഖകൾ ഇവർക്കൊന്ന് വെരിഫൈ ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുന്ന പല സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. സൈബർ സെല്ലിൽ തന്നെ കൊടുത്താൽ കൃത്യമായി അവർ പറഞ്ഞു തരും. പക്ഷേ അങ്ങനെ പോലും ചെയ്യാൻ അവർ സാധിക്കത്തില്ല. ഇതെല്ലാം അവരുടെ തന്ത്രമാണെന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരം തന്ത്രങ്ങളിൽ നമ്മൾ പെടാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പോലീസിൽ നിന്നുള്ള നടപടി ഒരിക്കലും ഈ വീഡിയോ കോൾ വഴിയല്ല എന്നത് എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഈ പോലീസ് ഏജൻസി മുഖേന സമൻസ് അയക്കുക, അല്ലെങ്കിൽ മെയിൽ വരിക, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ വരിക. ഈ വീഡിയോ കോളിലൂടെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വരുന്നത് തന്നെ ശുദ്ധ തട്ടിപ്പാണ്. ഒരിക്കലും ഇതിൽ നമ്മൾ പെടരുത് എന്നുള്ള വലിയൊരു ജാഗ്രതാ നിർദ്ദേശം പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്. കൊല്ലത്ത് നിന്നും S. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഹൃദ്രോഗിയും കിഡ്നി രോഗിയുമായ വയോധികനെ പീഡന പരാതിയിൽ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്ത സംഭവത്തിൽ ട്വിസ്റ്റ്. അത് വ്യാജ പരാതിയായിരുന്നുവെന്ന് പറഞ്ഞ് കുടുംബം നിയമ പോരാട്ടത്തിലാണ്. അവസാനം DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊണ്ട് പുനരന്വേഷണം നടത്താൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. 2024 ജനുവരി 16 കേസിനാസ്പദമായ സംഭവം. ഓമശ്ശേരി സ്വദേശി മുഹമ്മദ് എന്നയാൾക്കെതിരെ ഓമശ്ശേരിയിലെ ഒരു സ്വകാര്യ ഡെന്റൽ ആശുപത്രിയിലെ താൽക്കാലിക വനിതാ ഡോക്ടർ നൽകിയ പരാതിയിൽ കൊടുവള്ളി പോലീസ് കേസെടുക്കുകയായിരുന്നു. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായില്ല. അവിടെ നിന്ന് ഒരു മാസം അവിടെ നിന്ന് പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞ്, അപ്പോൾ ചായ കുടിച്ച് പിരിയാന്ന് പറഞ്ഞ്, ചായൻ്റെ പൈസ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ചായ കൊണ്ടുവന്ന് ചായ കുടിച്ച് പൈസ ഞാൻ കൊടുത്ത് അവിടെ നല്ല നിലക്ക് പിരിഞ്ഞു പോയതാണ്. പിന്നീട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ എന്തായിരിക്കും കാരണം നിങ്ങൾ വിചാരിക്കുന്നത്? അത് അവൾക്കാടുന്ന് കൊടുത്ത പൈസ കുറഞ്ഞു പോകുക എന്തോ ചെയ്തിട്ട് അവൾക്കാട് ചെറിയ പൈസ കൊടുത്തത്, അവൾ വിചാരിച്ച പൈസ ഒന്നും കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ ക്ലിനിക്ക് നാട്ടിക്കാനുള്ള അങ്ങനെ എന്തോ ആണെന്ന് എൻ്റെ ഒരു അല്ലാതെ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. തൊട്ടടുത്ത് മുത്തൂറ്റ് ബാങ്ക് ഉണ്ട്, സർവീസ് സഹകരണ മറ്റേ ബാങ്ക് ഉണ്ട്, മെല്ലോ ബോട്ടിക്കിൻ്റെ മറ്റേതുണ്ട്, തുൺസാപ്പുണ്ട്, ഇതൊക്കെ ഉണ്ട്. അവിടെ 100 കണക്കിന് ആൾക്കാരുണ്ട്, ക്യാമറയുണ്ട്. അതിൻ്റെ അകത്തില്ല എന്നായിരുന്നു. അവരാരും ഒരു സാക്ഷിയോ വക്കീലോ ഒന്നും ഒരു ഇതാക്കിയില്ല, ഒരാരും കണ്ടിട്ടുമില്ല. അങ്ങനത്തെ ഒരു സംഭവം അവിടെ നടന്നിട്ടുമില്ല. വിശദാംശങ്ങളുമായി MG മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, 2024 ജനുവരിയിൽ നടന്ന സംഭവം ഏകദേശം 2 വർഷത്തോടടുക്കുന്നു ഈ ഒരു പീഡന പരാതിയും മറ്റു നടപടികളും ഉണ്ടായിട്ട്. അന്ന്
ഈ ഓമശ്ശേരി സ്വദേശി മുഹമ്മദിനെ പീഡനക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ ആ സംഭവത്തിന് പിന്നാലെ കുടുംബം, അതായത് ഈ മുഹമ്മദിൻ്റെ കുടുംബം നിയമ പോരാട്ടം നടത്തുന്നു. ഒടുവിൽ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ കേസും അതിനുശേഷമുള്ള തുടർ നടപടികളും മറ്റ് നിയമ പോരാട്ടങ്ങളും? ഏറ്റവും കഴിഞ്ഞ വർഷം ജനുവരി 16-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അന്ന് ഓമശ്ശേരി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് കൊടുവള്ളിയിൽ ഇത്തരത്തിലൊരു ഡെന്റൽ ക്ലിനിക്കിലേക്ക്, സ്വകാര്യ ഡെന്റൽ ക്ലിനിക്കിലേക്ക് പരിശോധനയ്ക്കായി എത്തുന്നു. ആ സമയം പരിശോധിച്ചതിന് ശേഷം ആ വേളയിൽ അവിടുത്തെ ഒരു ഡോക്ടറെ, യുവതിയായിട്ടുള്ള ഡോക്ടറെ കയ്യിൽ കയറി പിടിക്കുകയും ഒപ്പം തന്നെ ഉമ്മ വയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തൊട്ടടുത്ത ദിവസം ഈ മുഹമ്മദ് എന്നയാൾ അവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ അവിടുത്തെ മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് വാങ്ങിക്കാൻ എത്തുന്ന വേളയിൽ പോലീസ് പൊടുന്നനെ എത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തത്. IPC 343, 354 വകുപ്പുകൾ പ്രകാരം FIR ഇട്ട് കേസെടുക്കുകയും ചെയ്ത് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. അതായത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ അത് അന്വേഷിക്കണം, ആരോപണ വിധേയമായിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അവിടെ എത്തി അല്ലെങ്കിൽ ഈ സംഭവം നടന്ന സ്ഥലത്തെത്തി കൃത്യമായ പരിശോധന നടക്കണം. ആ ഭാഗത്ത് ആരെങ്കിലും ഈ കേസിന് ഏതെങ്കിലും സാക്ഷികളുണ്ട് എങ്കിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തണം. സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മുഹമ്മദ് പോലും പറയുന്നു. പക്ഷേ അതൊന്നും പരിശോധിക്കാതെ തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും പൊടുന്നതിന് ഇത്രയൊരു കേസ് വന്നപ്പോൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി വന്നപ്പോൾ തന്നെ ഈ വയോധികനായിട്ടുള്ള അല്ലെങ്കിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു വയോധികനെ ഇത്രയും അധികം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയും ചെയ്യുന്നു. അന്ന് തന്നെ ഈ ഒരു വിഷയത്തിൽ ഈ മുഹമ്മദ് തന്നെ പറയുകയും ചെയ്യുന്നു. അതായത് പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം നിരവധി പേപ്പറുകൾ തന്നെ ഒപ്പിടിച്ചു. അതിനു മുമ്പ് 50,000 രൂപ ഇവിടെ വെച്ച് നൽകിയാൽ നിങ്ങളെ ജയിലിൽ അടയ്ക്കാതെ പുറത്തേക്ക് വിടാം എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് എന്ന് മുഹമ്മദ് തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ താനൊരു തെറ്റും ചെയ്തിട്ടില്ല, പൈസ ഒന്നും തരാനുള്ള നിവൃത്തി തനിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് നിരവധി പേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങുകയും തുടർന്ന് സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു കാര്യമാണ് മുഹമ്മദ് തന്നെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. തുടർന്ന് 4 ദിവസത്തോളം സബ് ജയിലിൽ കഴിയേണ്ടി വന്നു. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ആണ് ജാമ്യം ലഭിക്കുകയും ചെയ്തത്. അതിനുശേഷം വീണ്ടും ഈ മുഹമ്മദിൻ്റെ മകനോട് മുഹമ്മദ് ആവർത്തിച്ച് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, ഒരു തരത്തിലും തൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടില്ല, താൻ നിരപരാധിയാണ് എന്ന് ആവർത്തിച്ച് പറയുകയും അത് മകന് മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്നാണ് നിയമ പോരാട്ടത്തിലേക്ക് ഈ കുടുംബം കടക്കുന്നത്. ഈ നിയമ പോരാട്ടത്തിൽ ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനെയും ഈ വിവരം ധരിപ്പിക്കുന്നു. തുടർന്നാണ് അത് ഈ ഒരു പരാതിയിൽ അല്ലെങ്കിൽ ഈ പരാതിയിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്, ഒരു തരത്തിലുമുള്ള അന്വേഷണം നടന്നിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിലൊരു ട്വിസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏകദേശം 1 വർഷത്തോട് അടുക്കുന്നു ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് എന്നുള്ളതാണ്. അതിൽ ഈ SHO പ്രജീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അന്ന് ഏത് തരത്തിലാണ് അന്വേഷണം നടത്തിയത്, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ടോ, വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളടക്കം പരിശോധിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ ഒരു സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഈ കേസ് കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. നമുക്കറിയാം, ഈ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന പല പീഡന കേസുകളിലും നിരവധി കേസുകൾ വ്യാജമായിട്ടുള്ളതുകൊണ്ട്, വ്യാജ പരാതികളുണ്ട്. പോലീസ് ഇത്തരം സംഭവങ്ങളിലൊക്കെ അതിവേഗത്തിൽ നടപടികളിലേക്ക് കിടക്കും. ഇത് പോക്സോ കേസ് പോലും വിശദമായി അന്വേഷിച്ച് ഇപ്പോൾ നടപടി സ്വീകരിക്കേണ്ട ഒരു കാലമാണ്. കാരണം അത്രയധികം വ്യാജ പരാതികളുണ്ട്. ആളുകളെ ഒരു കള്ളക്കേസിൽ കൊടുക്കാൻ പീഡന പരാതി അല്ലെങ്കിൽ പോക്സോ പരാതി കൊടുക്കുന്ന സംഭവമുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഒരു ചതിക്കപ്പെട്ടതാണോ മുഹമ്മദ് എന്ന് സംശയിക്കണം. പക്ഷെ അവിടെ പോലീസ് വിശദമായി ഈ കേസിൽ ഈ പരാതിയിന്മേൽ അന്വേഷണം നടത്തിയില്ല എന്നാണോ കുടുംബത്തിൻ്റെ ആരോപണം? തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഒരു തരത്തിലുമുള്ള അന്വേഷണം ഈ പരാതിയുമായി ബന്ധപ്പെട്ട് നടത്താതെയാണ് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതെന്നാണ് ഈ കുടുംബവും ഒപ്പം തന്നെ മുഹമ്മദും പറയുകയും ചെയ്തത്. അതിൽ ചില കാര്യങ്ങൾ കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് തനിക്ക് എഴുത്തും വായനയും അറിയില്ല. ആ സമയത്ത് തന്നോട് ചില പേപ്പറുകളിൽ ഒപ്പിടാൻ പറഞ്ഞു, താൻ ഒപ്പിട്ട് നൽകി. അതല്ല, മറ്റൊരു കാര്യം കൂടി പോലീസുകാർ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ 50,000 രൂപ നൽകിയാൽ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാമെന്നുള്ളതാണ് പോലീസുകാർ നൽകിയ നിർദ്ദേശം. പക്ഷേ അത് നൽകാൻ തയ്യാറല്ല എന്ന് മുഹമ്മദ് പറഞ്ഞതോടുകൂടിയാണ് പിന്നീട് ജയിലിലേക്ക്, അതായത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ജയിലിലേക്ക് അയക്കുകയും ചെയ്തത്. 4 ദിവസം ജയിലിൽ കഴിയുകയും ചെയ്തു. തുടർന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ്, 4 ദിവസമാണ് കഴിഞ്ഞതെങ്കിൽ പോലും തന്നെ ഒരു തരത്തിലും നിരപരാധിയായിട്ടുള്ള ഒരാൾ പോലും ജയിൽ ശിക്ഷ അനുഭവിക്കരുത് എന്നുള്ളതാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്ന കാര്യം. പക്ഷേ അതിൽ ഈ മുഹമ്മദിന് ചെയ്തത് തെറ്റ് എന്താണെന്ന് പോലും അന്വേഷിക്കാതെ, അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു സാക്ഷി പോലും ഇല്ലാത്ത കേസിൽ എങ്ങനെ തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കി ഈ പ്രതിയാക്കപ്പെട്ടുകൊണ്ട് ഈ മുഹമ്മദിനെ ജയിലിലടക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ തിടുക്കം എന്തായിരുന്നു എന്നുള്ളത്
എന്നുള്ള ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത്. പക്ഷേ ഈ പരാതിക്കാരിയിൽ മേൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടോ? ഈ മുഹമ്മദ് പറയുന്ന പോലെ തന്നെ കൊടുത്ത പൈസ കുറഞ്ഞു പോയി, അതിൽ ആ കാരണം ചൂണ്ടിക്കാണിച്ചായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ആ യുവതി ഉന്നയിച്ചതെന്നുള്ള ചില കാര്യങ്ങൾ കൂടി മുഹമ്മദ് പറഞ്ഞു വെക്കുന്നു. അത് ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം സ്വാഭാവികമായും DSPയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഈ മേഖലകളിൽ നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇങ്ങനെ ഒട്ടനവധി വ്യാജ പരാതികളുണ്ട്. അതിൽ നിരവധി പേർ ജയിലടയ്ക്കപ്പെടുന്നുണ്ട്. പിന്നീട് അത് കളവാണ് എന്ന് തെളിയിച്ച് അവർ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ പലകുറി കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ അനുഭവിച്ചിട്ടുള്ള യാതനകൾ അതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തത് തന്നെയാണ്. കാരണം അവർ തെറ്റുകാരല്ല എന്ന് കോടതി പിന്നീട് കണ്ടെത്തുകയും അല്ലെങ്കിൽ അന്വേഷണത്തിലൂടെ പിന്നീട് കണ്ടെത്തുകയും ചെയ്താൽ സമൂഹത്തിന് മുമ്പിൽ പണ്ട് ജയിലിൽ കിടന്ന ആളാണ് എന്നുള്ളൊരു പേര് ഒരു തരത്തിലും മാറില്ല എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഇത്തരത്തിൽ ഈ കിഡ്നി രോഗിയായിട്ടുള്ള ഹൃദ്രോഗിയായിട്ടുള്ള നേരിടേണ്ടി വന്നത് എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്, SHO പ്രജീഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. എന്തായാലും നിലവിൽ അന്വേഷണം നടക്കുകയാണ്. കുടുംബത്തിന്റെ പരാതിയിൽ മേൽ ആണ് ഇങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഒരു പക്ഷേ അത് പോട്ടെ എന്ന് അന്ന് ആ കുടുംബം കരുതിയിരുന്നെങ്കിൽ ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള മാനക്കേട് അതൊന്നും മാറാൻ സാധിക്കില്ലായിരുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ വ്യാജ പരാതിയാണ് എങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ഇങ്ങനെ ഒരു സംഘത്തെ നിയോഗിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കൃത്യമായി ഇടപെടൽ നടത്തിക്കൊണ്ട് ഒരു ഉത്തരവിറക്കുന്നു. DSP റാങ്കിലുള്ള സംഘത്തിന്റെ മേൽനോട്ടത്തിൽ ഈ വിഷയം, ഈ കേസ് പുനരന്വേഷിക്കും. അതിൽ കൃത്യമായ രീതിയിൽ തെളിവുകളടക്കം ഹാജരാക്കാൻ ഇവർ തയ്യാറാണ് എന്ന് കുടുംബം പറയുകയും ചെയ്യുന്നു. എന്തായാലും തന്റെ നിരപരാധിത്വം തെളിയുമെന്ന് തന്നെയാണ് ഈ കുടുംബം പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും. വ്യക്തമാണ്. കോഴിക്കോട് കൊടുവള്ളി സ്വദേശി മുഹമ്മദിനാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായത്. അതായത് വ്യാജ പരാതിയാണെന്ന് കുടുംബം പറയുന്നുണ്ട്. 2024 ജനുവരിയിലാണ് മുഹമ്മദിനെ ഒരു വ്യാജ പീഡന പരാതി, അതായത് പീഡന പരാതിയിന്മേൽ, ഒരു വനിതാ ഡോക്ടറുടെ പീഡന പരാതിയിന്മേൽ കേസെടുക്കുന്നത്. പിന്നീട് കുടുംബം നിയമപോരാട്ടം നടത്തി. ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് വന്നിരിക്കുന്നു. DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥന് കേസ് അന്വേഷിക്കണമെന്ന്. എന്തായാലും അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ വീഴ്ച വരുത്തിയത് ആരാണ്? പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി ആവശ്യമാണ്. തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് മോഷണം, വാടക വീട് ഒഴിയാതിരിക്കാനുള്ള മോൻസന്റെ തന്ത്രമെന്ന സംശയത്തിൽ പോലീസ്. മാർച്ചിൽ വീട് ഒഴിയണമെന്ന് വീട്ടുടമ ആവശ്യപ്പെട്ടെങ്കിലും ഒഴിഞ്ഞില്ല. കഴിഞ്ഞ വർഷവും മോൻസൺ മോഷണ പരാതി നൽകിയിരുന്നു. പോലീസ് കേസെടുത്തെങ്കിലും പരാതി വ്യാജമാണെന്നായിരുന്നു കണ്ടെത്തൽ. 20 കോടി രൂപയുടെ വസ്തുക്കൾ വീട്ടിൽ നിന്നും മോഷണം പോയെന്നാണ് നിലവിലെ പരാതി. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, മോൻസൺ മാമുങ്കൽ വലിയൊരു തട്ടിപ്പുകാരനാണ്. ഈ മോഷണവും ഈ മോഷണ പരാതിയും ഒരു തട്ടിപ്പാണെന്ന് പോലീസ് സംശയിക്കാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ മാർച്ചിലാണ് വീട് ഒഴിയണമെന്ന് പറഞ്ഞിട്ട് വാടക ഉടമ നിർദ്ദേശം നൽകിയിരുന്നത്. അങ്ങനെയാണ്. പക്ഷേ മാർച്ചിൽ മോൻസൺ വീട് ഒഴിയുന്ന സാഹചര്യമുണ്ടായി. മോൻസൺ ഇപ്പോൾ നിലവിൽ പരോളിൽ തന്നെയാണുള്ളത്. ആ ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ കഴിഞ്ഞ വർഷവും ഇതുപോലെ ആവശ്യപ്പെട്ടപ്പോഴാണ് മോൻസൺ മോഷണ പരാതിയുമായി പോലീസിൻ്റെ അടുത്ത് എത്തുന്നത്. അത് കഴിഞ്ഞ ശേഷം ഇപ്പോഴും ഈ വാടക വീട് ഒഴിയണമെന്ന് ഉടമ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും മോൻസൺ ഇതുപോലെ ഇത്തരത്തിലൊരു മോഷണ പരാതിയുമായി രംഗത്തെത്തുന്നത്. 20 കോടിയിലധികം രൂപയുടെ പുരാവസ്തുക്കൾ മോഷ്ടിച്ചു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മോൻസൺ മാവുങ്കൽ പോലീസിന് നൽകിയ പരാതി. എങ്ങനെയാണ് വീടിൻ്റെ ഒരു ഭിത്തി അടക്കം, അതായത് പോലീസുമായി മോൻസൺ അവിടെ, അതായത് കോടതിയുടെ അനുമതിയോടുകൂടി മോൻസന് വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുക്കാം എന്നുള്ള സാഹചര്യത്തിൽ പോലീസുമായി മോൻസൺ അവിടെ എത്തുമ്പോഴാണ് ഇത്തരത്തിൽ മോഷണം നടന്നതുമായി ബന്ധപ്പെട്ടുള്ള സൂചനകളൊക്കെ കാണുന്നത്. അങ്ങനെയാണ് വീണ്ടും പരാതി നൽകുന്ന ഒരു സാഹചര്യം. 20 കോടിയോളം രൂപ വരുന്ന പുരാവസ്തുക്കൾ മോഷണം പോയി എന്നാണ് മോൻസൺ നൽകിയിരുന്ന പരാതി. അങ്ങനെയാണ്. പക്ഷേ കഴിഞ്ഞ വർഷവും ഇതേ സാഹചര്യം തന്നെയായിരുന്നു മോൻസൺ, ഇതേ ഒരു ആംബിയൻസ് തന്നെയായിരുന്നു മോൻസൺ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പോലീസിന് അത്തരത്തിലൊരു സംശയം തോന്നിയിരുന്നു. ഇത് വീണ്ടും ഇത്തരത്തിൽ വാടക വീട് ഒഴിയാൻ വേണ്ടി വീട്ടുടമ ആവശ്യപ്പെട്ടൊരു സാഹചര്യത്തിലായിരിക്കാം ഇങ്ങനെ മോൻസൺ നൽകിയിരിക്കുന്നത്. പരാതി വ്യാജമാണ് എന്നുള്ള അനുമാനത്തിലാണ് പോലീസ്. എന്തായാലും ഈ മോൻസൺ കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ അടുത്ത് ഇത്തരത്തിൽ പരാതി നൽകിയിരുന്നത് 20 കോടി രൂപയുടെ പുരാവസ്തുക്കൾ പലതരത്തിലുള്ള അതിന് മോൻസൺ മാധ്യമങ്ങളോട് അത്തരത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയ വിലപിടിപ്പുള്ള പുരാവസ്തുക്കളാണ് നഷ്ടപ്പെട്ടത്. പല സാധനങ്ങളും കാണുവാനില്ല. വീടിൻ്റെ ഭിത്തി അടക്കം പൊളിച്ചു മാറ്റിയ ശേഷമാണ് ഇതൊക്കെ കടത്തിയിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് മോൻസൺ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ്.
എന്തായാലും ആ പരാതി പരിശോധിക്കുമ്പോഴാണ് പോലീസ് കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത് ഇത്തരത്തിലൊരു പരാതി മോൻസൺ നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലും ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ മോൻസൺ നൽകിയത് വ്യാജ പരാതിയാണ്. 20 കോടിയുടെ കണക്കാണ് ആജ്ഞ മനസ്സിലാകാത്തത്. കാരണം മോൻസൺ മാവുങ്കൽ പുരാവസ്തുക്കൾ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവച്ചതെല്ലാം വ്യാജമാണ്, വ്യാജ പുരാവസ്തുക്കളാണെന്ന് തെളിഞ്ഞിരുന്നു. പിന്നെ എന്തൊക്കെ വസ്തുക്കൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു? 20 കോടിയുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് മോൻസന്റെ പരാതിയിലുള്ളത്? തീർച്ചയായിട്ടും ടോം, നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ മോൻസൺ നൽകിയിരിക്കുന്ന വസ്തുക്കളെല്ലാം, അതായത് പുരാവസ്തുക്കൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വസ്തുക്കൾ എന്ന് പറയുന്നത് തന്നെ അങ്ങേയറ്റം വ്യാജമായ വസ്തുക്കളായിരുന്നു എന്ന് ഉള്ള കാര്യം നമുക്ക് വ്യക്തമായി അറിയാവുന്നതുമാണ്. അതേ തുടർന്നുണ്ടായ അതായത് രാഷ്ട്രീയ ഇടപെടലുകളും അതല്ലെങ്കിൽ വിദ്യാഭ്യാസ തലത്തിലുള്ള ഇടപെടലുകളും ഒക്കെ നമ്മൾ അത് കണ്ടതുമാണ്. അതിനുശേഷം ഇപ്പോഴും വീണ്ടും മോൻസൺ ഉന്നയിക്കുന്നതും തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് അത്രയധികം വിലപിടിപ്പുള്ള വസ്തുക്കളാണോ എന്നുള്ള ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇത് പോലീസ് പരിശോധിക്കുന്നുണ്ടായിരിക്കണം. കാരണം 20 കോടിയുടെ, ടോം സൂചിപ്പിച്ചതുപോലെ 20 കോടിയുടെ ഈ സാധനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ ആ 20 കോടിയുടെ മൂല്യം എന്താണ് എന്ന് ഉറപ്പാക്കേണ്ടുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ ഇത്രയും വിലപിടിപ്പുള്ള, ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള, വില മതിക്കാനാകാത്ത തരത്തിലുള്ള ഈ ആർക്കിയോളജിക്കൽ എലമെൻറ്റ്സ് പുള്ളിയുടെ കയ്യിലുണ്ടോ, മോൻസന്റെ കയ്യിലുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം ഈ പരാതി പൂർണ്ണമായും വ്യാജമാണ് എന്ന് തന്നെയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷവും വാടക വീട് ഒഴിയാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് മോൻസൺ ഇത്തരത്തിലൊരു മോഷണ പരാതിയുമായി രംഗത്തെത്തുന്നത്. അത് വീണ്ടും ഇതേ സമയത്ത് തന്നെ കഴിഞ്ഞ മാർച്ചിൽ ഒഴിയണമെന്നായിരുന്നു വീട്ടുടമ പിന്നെയും ആവശ്യപ്പെട്ടത്. അതേസമയം തന്നെ അത് ഒഴിഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഈ ഇത്രയും മാർച്ച് കഴിഞ്ഞ് നവംബറോളമായി ഈ ഒരു സാഹചര്യത്തിലാണ് 20 കോടിയിലധികം രൂപയുടെ സാധനങ്ങൾ തൻ്റെ കയ്യിൽ നിന്നും വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിരുന്നത് നഷ്ടപ്പെട്ടു എന്നുള്ള പരാതിയുമായി രംഗത്തെത്തുന്നത്. അതേസമയം പരോളിൽ ഉണ്ടായിരുന്ന ആളാണ് പോലീസുമായിട്ട് തൻ്റെ സാധനങ്ങൾ അവിടെ നിന്ന് എടുക്കാമെന്ന് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മോൻസണും പോലീസുകാരുമായി അവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് ഈ മോഷണം നടന്ന ഒരു സാഹചര്യം വീട്ടിൽ കണ്ടതും അത് ഭിത്തി ഉൾപ്പെടെ പൊളിച്ച് മോഷണം നടത്തി എന്നുള്ളതാണ് മോൻസൺ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അങ്ങനെയാണ് ഈ ടോം പറഞ്ഞതുപോലെ 20 കോടിയിലധികം രൂപയുടെ സാധനങ്ങളാണ് തൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടത് എന്ന് മോൻസൺ പറയുന്നുണ്ട്. അതിൻ്റെ സാധ്യത എത്രത്തോളമാണ്? ഈ പറഞ്ഞതുപോലെ ഈ നഷ്ടപ്പെട്ടുള്ള സാധനങ്ങൾ ആഡംബര വീടാണ് കൊച്ചിയിലെ. ഈ ആഡംബര വീട്, ഈ കേസിന് പിന്നാലെ അതിൻ്റെ ഉടമ, ആ വീടിൻ്റെ ഉടമ തന്നെ ഇപ്പോൾ വലിയ നിയമക്കുരുക്കിലായ ഒരു സാഹചര്യം. അതിനിടെ ഈ മോൻസൺ മാവുങ്കലിനെതിരെ പുരാവസ്തു തട്ടിപ്പ് കേസും മറ്റ് പീഡന കേസും ഒക്കെ ഉയർന്നു വന്നതോടെ വീടും ഒഴിയാൻ ഇയാൾ തയ്യാറായിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ വീട്ടുടമയുടെ അടുത്ത നിലപാട് എന്തായിരിക്കും, നടപടി എന്തായിരിക്കും? മറ്റേതെങ്കിലും നിയമ നടപടികൾ അദ്ദേഹം സ്വീകരിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും തുടർച്ചയായി 2 മോഷണ പരാതികൾ നൽകുന്നു. അതും ആ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുക്കാതിരിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കമാണോ എന്ന് പോലീസും സംശയിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വീട്ടുടമയുടെ നിലപാട് എന്താണിപ്പോൾ? തീർച്ചയായിട്ടും ടോം, കാരണം ഈ ടോം പറഞ്ഞതുപോലെ ഒരു ആഡംബര വീടാണ്. അത് വീട്ടുടമയ്ക്ക് അതിൻ്റെ അവകാശങ്ങളുണ്ട്. അതല്ലെങ്കിൽ ഒരാളുമായി കരാറുണ്ടാക്കിയാൽ ഈ കരാർ എന്ന് പറയുന്നത് നീളുന്ന, വാടകയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ കടയാണെങ്കിലും ഒക്കെ, ലീസാണെങ്കിലും കരാറാണെങ്കിലും അതിൻ്റെയൊക്കെ കരാറുകൾ ഉണ്ടാക്കുന്നത് 11 മാസം എന്നുള്ള കണക്കാണ്. ഈ 11 മാസം കഴിഞ്ഞാൽ അത് പുതുക്കിയില്ലെങ്കിലോ അതല്ലെങ്കിൽ അതിൻ്റെ വാടക കൂട്ടുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രാൻസാക്ഷൻസ് ഒക്കെ അത് നടന്നില്ലെങ്കിലോ ഈ കരാറ് പുതുക്കിയില്ലെങ്കിലോ ഒക്കെ അത് ലാപ്സായി പോകാവുന്ന സാഹചര്യങ്ങളുണ്ട്. അത് അങ്ങനെ തന്നെയാണ് അയാൾക്ക്. അതേസമയം കഴിഞ്ഞ വർഷവും ഇതുപോലെ വീടൊഴിയാൻ പറയുന്നു. ഈ പറഞ്ഞതുപോലെ ഇത്തരം കേസുകൾ, അതായത് പുരാവസ്തു തട്ടിപ്പ് കേസുകൾ, അതുപോലെ പീഡന കേസുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മോൻസന്റെ പേരിൽ ഉണ്ടാകുന്നു. അതും ഈ വീട് തന്നെയാണ് ആ സമയത്ത് ഉപയോഗിക്കപ്പെട്ടിരുന്നത്. അതേ സമയത്ത് തന്നെ ഈ പറഞ്ഞതുപോലെ ഈ മാർച്ചിൽ ഒഴിയണം എന്ന് അയാൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ്, വീട്ടുടമ ആവശ്യപ്പെട്ടിരുന്നതാണ്. അതും ഉണ്ടായില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ടോം സൂചിപ്പിച്ചതുപോലെ ഈ 2 മോഷണ പരാതികളും മോൻസൺ ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് പോലീസ് വ്യാജമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്ന വ്യാജമാണോ എന്ന് പോലീസിന് സംശയമുണ്ട്. ആ ഒരു സാഹചര്യം വ്യാജമാണ് എന്ന് തെളിയിക്കുകയാണെങ്കിൽ അടിയന്തരമായി പോലീസ് തന്നെ മുൻകൈയെടുത്തൊരു പക്ഷേ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടുന്ന ഒരു ഇതിലേക്ക് മോൻസൺ നിർബന്ധിതനാകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ 20 കോടിയുടെ ഈ തട്ടിപ്പ് അല്ലെങ്കിൽ
20 കോടിയുടെ മോഷണം നടന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ടോം സൂചിപ്പിച്ചതുപോലെ ഏത് സാഹചര്യത്തിലാണ് 20 കോടി രൂപയുടെ പുരാവസ്തുക്കൾ അടക്കമുള്ള സാധനങ്ങൾ എന്നാണ് മോൻസൺ പറയുന്നത്. അത്തരം സാധനങ്ങൾ എങ്ങനെയാണ് മോൻസന്റെ കയ്യിൽ ഇനിയും തന്റെ കയ്യിൽ അല്ലെങ്കിൽ ഇത്രയും രൂപ വിലമതിക്കുന്ന സാധനങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു ആംബിയൻസ് പുള്ളി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ പുരാവസ്തു തട്ടിപ്പ് പരാതി ഉയർന്നതിന് പിന്നാലെ തന്നെ പോലീസ് ഇതിന്റെ കണക്കെടുപ്പ് നടത്തിയതാണ്. ഇത് വ്യാജമാണോ, അല്ലെങ്കിൽ ഇതിൽ ചില വസ്തുക്കളൊക്കെ പലയിടത്തുനിന്നും മോൻസൺ മാവുങ്കൽ വാങ്ങിയിട്ടുണ്ട്. അത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വസ്തുക്കളാണെന്നൊക്കെ പറഞ്ഞാണ് ആളുകളെ കബളിപ്പിച്ചിരുന്നത്. അതിൽ മോശയുടെ അംശവടി, ടിപ്പു സുൽത്താൻ്റെ സിംഹാസനം, അങ്ങനെ പല രീതിയിലുള്ള തട്ടിപ്പുകളായിരുന്നു പറഞ്ഞിരുന്നത്. ഇതൊക്കെ വ്യാജമാണെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞതുമാണ്. അങ്ങനെ ഒരു കണക്കെടുപ്പ് പോലീസ് നടത്തിയതല്ലേ യഥാർത്ഥത്തിൽ? അങ്ങനെയെങ്കിൽ ഈ വിലപിടിപ്പുള്ള വസ്തുക്കളെന്ന് മോൻസൺ മാവുങ്കൽ പറയുന്ന ആ വസ്തുക്കൾ എന്തൊക്കെയായിരിക്കും? പോലീസിന് നൽകിയ പരാതിയിൽ അത്തരം പരാമർശങ്ങൾ നടത്തുന്നുണ്ടോ? പുരാവസ്തുക്കൾ അടക്കമുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് മോൻസൺ മാവുങ്കൽ നൽകിയിരിക്കുന്ന പരാതിയും അതിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും അങ്ങനെയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ മോൻസണെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് തന്നെ ഈ പുരാവസ്തു ഇതുമായി ഉണ്ടായ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ സമയത്ത് തന്നെ മോൻസന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അതിൻ്റെ കാലപ്പഴക്കം എത്രയാണ്, അതല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞതുപോലെ അത് ഒറിജിനൽ സാധനങ്ങളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്നും പോലീസ് പരിശോധിച്ചതാണ്. പോലീസും വിദഗ്ധരും അതുമായി ബന്ധപ്പെട്ടുള്ള വിദഗ്ധരും ഇക്കാര്യത്തിൽ പരിശോധന നടത്തിയിട്ടുള്ളതൊക്കെയാണ്. പക്ഷേ എന്നിട്ടും ഈ 20 കോടിയുടെ മോഷണവും ആരോപിച്ച് രംഗത്തെത്തുമ്പോൾ അതായിരിക്കും ഒരുപക്ഷെ പോലീസിന് ആ പരാതി വ്യാജമെന്ന് തോന്നാണ്ടായ സാഹചര്യം എന്നാണ്. മാത്രമല്ല മുൻപും ഇത്തരത്തിലൊരു പരാതി നൽകിയിരുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ. ഒരു വർഷം മുൻപും മോൻസൺ ഇത്തരത്തിലൊരു പരാതി നൽകിയിരുന്നു എന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പം കോടതിയുടെ അനുമതിയോട് കൂടിയാണ്, അല്ലെങ്കിൽ മോൻസന്റെ സാധനങ്ങൾ അവിടെ വീട്ടിൽ നിന്നും എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എത്തിയതും പോലീസുമായി തന്നെയാണ് എത്തിയിട്ടുള്ളതും. ആ ഒരു സാഹചര്യത്തിൽ ഈ മോൻസന്റെ കയ്യിലുള്ള ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ കണക്ക് അല്ലെങ്കിൽ ശേഖരത്തിന്റെ കണക്ക് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഈ അറസ്റ്റ് നടപടികൾ നടന്നിരുന്ന സമയത്ത് തന്നെ പോലീസിന്റെ കയ്യിലുള്ളതാണ്. അതും കൂടി ചേർത്ത് വെച്ചിട്ടായിരിക്കും അവർ പക്ഷേ വീണ്ടും അത്തരത്തിലൊരു തട്ടിപ്പിന് ഉള്ള സാഹചര്യം ഒരുക്കുകയാണോ മോൻസൺ മാവുങ്കൽ, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വാടക വീട് ഒഴിയാതിരിക്കാനുള്ള തന്ത്രമാണോ എന്നുള്ള കാര്യത്തിലാണ് പോലീസിനെ ഇനി സംശയമാക്കിയായിട്ടുള്ളത്. കേട്ടോ, യെസ്, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മലപ്പുറം എടരിക്കോട് ദേശീയപാതയിൽ മദ്യലഹരിയിൽ ബൈക്കിൽ യുവാവിൻ്റെ പരാക്രമം. തിരൂർ കൂട്ടായി സ്വദേശിയായ മുഹമ്മദ് ഫാരിസാണ് മദ്യലഹരിയിൽ അപകടകരമായ രീതിയിൽ ബൈക്ക് ഓടിച്ചത്. എടരിക്കോട് മുതൽ കക്കാട് വരെയാണ് ഇയാൾ അതിസാഹസികമായി ബൈക്ക് ഓടിച്ചത്. മുഹമ്മദ് ഫാരിസിനെ നാട്ടുകാർ പിടികൂടി തിരൂരങ്ങാടി പോലീസിന് കൈമാറി. ഇയാളുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി CB അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. അനുമോദ്, ഇത് എപ്പോഴാണ് ഈ സംഭവം? യുവാവ് ഏതെങ്കിലും വലിയ അപകടകരമായ രീതിയിലാണ് വാഹനം ഓടിച്ചത്? വലിയ എന്തെങ്കിലും അപകടങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇടിച്ചിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ടോം, ഇന്നലെ വൈകുന്നേരമാണ് ഈ സംഭവം ഉണ്ടായത്. ഈ അബ്ദുൽ ഫാരിസ് എന്ന യുവാവ് മദ്യലഹരിയിലായിരുന്നു. ഇയാൾ മദ്യലഹരിയിൽ ബുള്ളറ്റിൽ വളരെ അപകടകരമായിട്ട് പുതിയ ദേശീയപാതയിലൂടെ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ യാത്രക്കാർ മൊബൈലിൽ പകർത്തുകയും ആ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇങ്ങനെ വഴിയാത്രക്കാരാണ് കക്കാട് വെച്ചിട്ട് ഇയാളെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മൾ തിരൂരങ്ങാടി DYSP പോലീസുമായി സംസാരിച്ചു, തിരുവനന്തപുരം CIയുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ ഫാരിസ് എന്ന യുവാവിന് ലൈസൻസ് ഇല്ല എന്നുള്ളതാണ്. ഇയാൾ ലൈസൻസ് ഇല്ലാതെ മറ്റൊരാളുടെ വാഹനമാണ് ഇത്തരത്തിൽ അപകടകരമായിട്ട് ഓടിച്ചത്. എന്നാണെങ്കിലും ഇയാൾക്കെതിരെ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിനുള്ള കേസെടുത്തിട്ടുണ്ട്. വാഹനം കോടതിയിലേക്ക് കണ്ടുകെട്ടിയിട്ടുണ്ട്. കോടതിയിൽ പിഴയടച്ചാൽ മാത്രമേ ഇനി വാഹനം വിട്ടുകിട്ടുകയുള്ളൂ. മാത്രമല്ല ഇയാൾക്ക് ഇനി ലൈസൻസ് കിട്ടണമെങ്കിലും ഇതിൻ്റെ നടപടിക്രമങ്ങളും മറ്റ് ഈ ശിക്ഷ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കേണ്ടത്, പിഴയടക്കേണ്ടതുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇത് ഏറ്റവും അപകടകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ ദേശീയപാതയിൽ വീതിയേറിയ റോഡുകളാണ്.
വാഹനങ്ങളൊക്കെ 100-ന് മീതെ സ്പീഡിൽ കുതിച്ചു പോകുന്ന റോഡാണ്. അവിടെ ഈ പലയിടത്തും മോട്ടോർ ബൈക്കുകൾക്ക് പ്രവേശനം തന്നെയില്ല. ആ ഭാഗങ്ങളിലാണ് അത്തരം ഇടത്താണ് ഇയാളുടെ ഈ മദ്യപിച്ച് ബോധമില്ലാതെ ഇത്രയും സാഹസികമായി അപകടകരമായിട്ട് ഇയാളുടെ വണ്ടി ഓടിക്കലുണ്ടായിട്ടുള്ളത്. ഇത് വലിയ തോതിൽ തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഉള്ള കുറ്റകൃത്യങ്ങൾക്ക് ഉടൻ തന്നെ അവരെ പിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ദേശീയപാതയിൽ പലയിടത്തും ക്യാമറകൾ ഇതിനോടൊപ്പം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ നിരീക്ഷണവും ഈ മേഖലയിലൊക്കെ തന്നെ ഉണ്ടാകും. മറ്റൊരാൾ ഇതുപോലെ ആവർത്തിക്കരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി പോലീസ് നൽകുന്നുണ്ട്. ടോം. യെസ്, ഇപ്പോൾ നിലവിലെ പോലീസിന്റെ തീരുമാനം എന്താണ്? ഈ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടിക്കപ്പുറം മറ്റ് നിയമ നടപടികളും ഉണ്ടോ? ടോം, ഇയാൾക്ക് ലൈസൻസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇയാൾ ലൈസൻസ് ഇല്ലാതെയാണ് വണ്ടി ഓടിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇയാൾക്ക് ഇനി ലൈസൻസ് എടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ലൈസൻസ് എടുക്കണമെങ്കിൽ ഈ ഇപ്പോഴുണ്ടായ സംഭവങ്ങളുടെ അതിൻ്റെ പിഴയോ അല്ലെങ്കിൽ മറ്റ് എന്താണോ ശിക്ഷ പറയുന്നത് അത് പൂർത്തിയാക്കേണ്ടത്. അതിനുശേഷം മാത്രമേ ഇയാൾക്ക് ഇനി ലൈസൻസ് എടുക്കാനടക്കമുള്ള കാര്യങ്ങൾ കഴിയുള്ളൂ. നിലവിൽ ഇയാൾക്കെതിരെ മദ്യപിച്ച് അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ചതിനാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാളുടെ വാഹനവും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. അത് പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇനി കോടതിയിൽ മറ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വാഹനത്തിൻ്റെ ഉടമസ്ഥന് ഈ വണ്ടി തിരിച്ചെടുക്കാനാകൂ. നിലവിൽ ഇയാളുടെ വണ്ടിയല്ല ഇത് എന്നാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അപ്പോൾ വരും ദിവസങ്ങളിലും ഇത്തരം അപകടകരമായ രീതിയിൽ ദേശീയപാതയിലൂടെ വണ്ടി ഓടിക്കുന്നവരെ പിടികൂടാനുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മുന്നറിയിപ്പും പോലീസ് നൽകുന്നുണ്ട്. അനുമോദ്, ഇത് ദേശീയപാതയിലാണ് യുവാവ് ഈ പരാക്രമം കാട്ടുന്നത്. മറ്റു വാഹനങ്ങളൊന്നും ആ വഴി വരാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. എങ്ങനെ കൃത്യമായ ഒരു പരിശോധന, പോലീസിൻ്റെ കൃത്യമായ പരിശോധനയോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണോ ഇത്? ടോം, അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. ഇത് നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ കോട്ടയ്ക്കൽ മുതൽ കോഴിക്കോട് വരെ പോകുന്ന ദേശീയപാത 66 പ്രധാനപ്പെട്ട ഏരിയയാണ് ഇടവണ്ണം എടരിക്കോട് മുതൽ കക്കാട് വരെയുള്ള ഭാഗം. അതായത് അവിടെ പുതിയ 3 വരി പാതയാണ്. ഒരു വശത്തേക്ക് 3 വരി പാതയാണ്. ആ വഴി മറ്റു വാഹനങ്ങൾ വരില്ല. ഒരു സൈഡിലേക്ക് 3 വരിയിലായിട്ട് വാഹനങ്ങൾ കടന്നു പോകാൻ സാധിക്കും. മാത്രമല്ല അവിടെ എല്ലായിടത്തും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൃത്യമായ ഒബ്സർവേഷൻ ഉണ്ട്. മറ്റേ ഈ റോഡ് കമ്മീഷൻ ചെയ്യാത്തതുകൊണ്ട്, അതായത് ഉദ്ഘാടനം കഴിയാത്തതുകൊണ്ടാണ് ഇത് പ്രകാരമുള്ള മറ്റ് നടപടികളിലേക്ക്, അമിത വേഗത്തിന് മറ്റ് നടപടികളിലേക്ക് പോകാത്തത്. അവിടെ കൃത്യമായ പോലീസിൻ്റെ നിരീക്ഷണം ഉള്ളതാണ്. പക്ഷേ അവിടെ ഈ ഒരു മേഖലയ്ക്ക് അപ്പുറമാണ് അന്ന് ഇടിഞ്ഞു വീണ കുരിയാടുള്ളത്. സ്വാഭാവികമായിട്ടും ദേശീയപാത പൂർണ്ണമായും കമ്മീഷൻ ചെയ്യാത്തതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഈ വേഗ നിയന്ത്രണം അല്ലെങ്കിൽ വേഗം പരിശോധിച്ചുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്നില്ല. പക്ഷേ മറ്റെല്ലാ തരത്തിലുള്ള നടപടികളും ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊരിക്കലും ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് പോലീസ് കാണുന്നില്ല. ഇത്തരം അപകടകരമായ രീതിയിലുള്ള ഡ്രൈവിംഗ് നടത്തുന്നവർക്കും നിയമലംഘനം നടത്തുന്നവർക്കും ദേശീയപാതയിൽ അത്തരത്തിലുള്ള സാഹസിക പ്രവർത്തനം നടക്കുന്നവർക്കും വലിയ തോതിൽ തന്നെ ശിക്ഷയുണ്ടാകും. അവരെ പിടികൂടുക തന്നെ ചെയ്യും. ദേശീയപാതയിൽ ഓരോ ജംഗ്ഷനിലും ഇവരെ കണ്ടെത്താനുള്ള ക്യാമറകളും മറ്റും സജ്ജീകരിച്ചിട്ടുണ്ടെന്നും അതിനപ്പുറം ഹൈവേ പോലീസിന്റെ നിരീക്ഷണം ഓരോ മേഖലയിൽ ഉണ്ടാകുമെന്നും പോലീസ് പറയുന്നുണ്ട്. വ്യക്തമാണ്. CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ പ്ലാച്ചേരി ഭാഗത്തു നിന്നുള്ള ഒരു ദൃശ്യങ്ങളിലേക്കാണ്. അതായത് അവിടെയും കാറിലെത്തിയ 2 യുവാക്കളാണ് അമിത വേഗതയിൽ ദേശീയപാതയിൽ പരാക്രമം കാട്ടിയത്. റോഡിൻ്റെ വശത്തെ പെട്ടിക്കടയിലും പോലീസ് സംഘത്തിലെ SIയുടെ കയ്യിലും പരിക്കേൽപ്പിച്ച ശേഷം നിർത്താതെ കടന്നു കളഞ്ഞ കാർ പോലീസ് പിന്തുടർന്ന് പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. കാറിലുണ്ടായിരുന്ന കാലിറ സ്വദേശികളായ ഷമീർ, ഷംനാദ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി മനോജ് അപ്പുക്കുട്ടൻ ചേരുന്നുണ്ട് കൊല്ലം പുനലൂരിൽ നിന്നും. മനോജ്, ഇത് കഴിഞ്ഞ രാത്രിയിലുണ്ടായ സംഭവമാണ്. നമ്മൾ അല്പസമയം മുമ്പ് ചർച്ച ചെയ്തത് മലപ്പുറത്തെ കാഴ്ച, ഒരു ബൈക്കിൽ മദ്യലഹരിയിൽ യുവാവ് കാട്ടിയ പരാക്രമം. ഇവിടെയും ഈ കാറിൽ യുവാക്കൾ അമിത വേഗതയിൽ പോകുന്നു. SIക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുന്നു. ഒരു പെട്ടിക്കട തകർക്കുന്നു. മദ്യലഹരിയിലായിരുന്നു ഈ സംഘം. അതെ ടോം, ഇവരും ലഹരിയിൽ തന്നെയായിരുന്നു. ഇത് കൊല്ലം തിരുമംഗലം പാതയില് പ്ലാച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത്. അത് രാത്രി എന്ന് പറയാൻ പറ്റില്ല. ഈ സംഭവം ഒരു വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്.
ഈ സമയത്ത് ആ കടയിൽ ചീനി കച്ചവടം നടത്തുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു 5 വയസ്സോളം പ്രായമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. നല്ല പ്രായമായ ഒരു അമ്മ ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ അപ്പുറത്തൊരു വീട്ടിലേക്ക് കൊണ്ടുവിടാനായി പ്രായമായ അമ്മ അങ്ങോട്ട് നീങ്ങുന്ന സമയത്താണ് അമിത വേഗതയിലെത്തിയ കട ഇടിച്ചു തെറിപ്പിച്ചത്. അത്ഭുതകരമായാണ് ഈ 3 പേര് സംഭവ സ്ഥലത്ത് വെച്ച് രക്ഷപ്പെട്ടത്. അതിനുശേഷം അവിടെ നിന്ന് കാറ് നിർത്താതെ വരികയും അവര് പോലീസുമായി ഉടൻ തന്നെ പോലീസ് കാറ് കട ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോകുന്നുവെന്ന് പോലീസിൽ വിവരം അറിഞ്ഞതിനെ തുടർന്ന് TB ജംഗ്ഷനിൽ പട്രോളിംഗ് ഉണ്ടായിരുന്ന പുനലൂർ സ്റ്റേഷനിലെ SI റിയാസ് അമിത വേഗതയിൽ വരുന്ന വാഹനം കാണുകയും ബമ്പറൊക്കെ ഇളകി വരുന്ന വാഹനം കണ്ടപ്പോഴേ ആ അപകടം നടത്തിയ വാഹനമാണെന്ന് മനസ്സിലായി. വാഹനം കൈ കാണിച്ചു നിർത്താനായി കൈ കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ കൈ ഇടിച്ചു തെറിപ്പിച്ചിട്ടാണ് ഈ വാഹനം വീണ്ടും പുനലൂർ TB ജംഗ്ഷനിൽ തന്നെ ഐക്കരക്കോണം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പെട്ടെന്ന് തിരിഞ്ഞു പോവുകയുണ്ടായി. പുറകെ പോയ പോലീസ് ഐക്കരക്കോണത്ത് വെച്ചിട്ട് ഈ വാഹനം പിടിച്ചെടുക്കുകയുണ്ടായി. വാഹനത്തിലുണ്ടായിരുന്ന കാര്യറ സ്വദേശികളായ ഷമീർ, ഷംനാദ് എന്നിവരെ കസ്റ്റഡിയിലെടുക്കുകയും അവരെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. SIക്ക് സാരമായ പരിക്ക്, കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ബാൻഡേഡൊക്കെ ഇട്ടിട്ടുള്ള നിലയിലാണ് ഇപ്പോൾ SI ഉള്ളത്. എന്തായാലും മദ്യപിച്ച് അമിത വേഗതയിൽ എത്തിയ ഈ വാഹനം 3 ജീവൻ ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടാണ് വന്നത്. വീണ്ടും SIക്ക് അപകടം ഏൽക്കുന്ന രീതിയിലേക്കും പോയത്. ഇതും മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഇത് സംഭവിച്ചത്. തീർച്ചയായും മനോജ് സൂചിപ്പിച്ചതുപോലെ തലനാഴിക്കാണ് പലരുടെയും ജീവൻ രക്ഷപ്പെട്ടത്. പക്ഷെ ഇവിടെ ഒരു പെട്ടിക്കട നടത്തി ഉപജീവനം നടത്തുന്ന ഒരു കുടുംബത്തിൻ്റെ ഉപജീവന മാർഗം പോലും നഷ്ടപ്പെടുന്നൊരു സാഹചര്യം. പെട്ടിക്കട പൂർണ്ണമായും തകർന്ന അവസ്ഥയാണോ? അങ്ങനെ വലിയ രീതിയിലുള്ളൊരു നാശനഷ്ടം ഈ അപകടത്തിൽ സംഭവിച്ചിട്ടുണ്ടോ മനോജ്? അത് അവരുടെ ഒരു ഏക ഉപജീവന മാർഗമായിരുന്നു ഈ പെട്ടിക്കട. കാരണം ഇവരുടെ ഭർത്താവ് സുഖമില്ലാത്ത ഒരാളാണ്, ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ പെട്ടിക്കടയിലും അവിടെ ഈ ചീനി കച്ചവടവും ലോട്ടറി കച്ചവടവും ഒക്കെ നടത്തിയാണ് ആ കട നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ജീവിച്ചു വരുന്നത്. ആശ എന്നാണ് ആ കട നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീയുടെ പേര്. അവരുടെ ഏക ഉപജീവന മാർഗമാണ് പാടെ തകർന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. വളരെ ചെറിയ തോതിൽ 4 കസേരയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് അന്നത്തെ ഒരു അന്നം വാങ്ങിക്കാനായിട്ട് അവർക്ക് ഉണ്ടായിരുന്ന ഏക വരുമാന മാർഗമാണ് ആ ഇടിച്ചു നശിപ്പിച്ചത്. യെസ് മനോജ്, ഇയാൾക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? കാരണം നിയമ നടപടി ഉണ്ട്, അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറം ഈ അപകടം വരുത്തിവെച്ച യുവാക്കളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്ന നടപടികൾ അതുൾപ്പെടെ സ്വീകരിക്കേണ്ടതാണ്. അതോടൊപ്പം ഈ യുവാക്കൾക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റിരുന്നോ? അല്ല, യുവാക്കൾക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടില്ല. എന്നാലും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് ഇത് 2 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വണ്ടി ഓടിച്ചത് റിയാസ് ഷമീർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ ഷമീറിന്റെ ലൈസൻസ് കട്ട് ചെയ്യുന്നതിനുള്ള നടപടികളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. മനോജ് അപ്പുക്കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ അക്യൂപഞ്ചർ ബോധവൽക്കരണ ക്യാമ്പിനെതിരെ പരാതി. ഈ പോലീസിൽ ഈ സംഘാടകർ പരാതി നൽകിയിട്ടുണ്ട്. അവിടെ വെച്ച് അക്രമ സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് പരാതിയിൽ പറയുന്നത്. മാധ്യമപ്രവർത്തകൻ KP റഹ്മത്തുള്ള ചേരുന്നുണ്ട് കുറ്റ്യാടിയിൽ നിന്ന്. റഹ്മത്തുള്ള, എന്താണ് അവിടെ സംഭവിച്ചത്? ഈ ക്യാമ്പിനിടെ ആരെങ്കിലും പുറമേ നിന്നെത്തി ആക്രമണം നടത്തുകയായിരുന്നോ? ഒരു സക്കീർ എന്ന് പറയുന്ന ഒരാളും അയാളുടെ കൂടെയുള്ള ആളുകളും സംഘം ചേർന്ന് ക്ലാസ് എടുക്കുന്നതിനിടയിലേക്ക് വരികയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. സംഘം ചേർന്ന് വരികയായിരുന്നു. ഇവിടെ നേരത്തെ അക്യൂപങ്ചറുമായി എന്താണ് പ്രകോപന കാരണം? ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണോ യുവാവ് അവിടെ എത്തിയത്? അതെ, ഒരു സ്ത്രീ പ്രസവത്തിൽ മരിച്ച ഒരു സംഭവം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ വളരെ ശക്തമായ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുട്ടി ഒരു പ്രസവത്തോടനുബന്ധിച്ച് നവജാത ശിശുവിന് വേണ്ടത്ര ചികിത്സ നൽകാത്തതിനെ തുടർന്ന് കുട്ടി മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ പ്രകോപിതരായ നാട്ടിലുള്ളവരാണ് അക്രമം നടത്തിയത് എന്നാണ് മനസ്സിലാകുന്നത്. ആ സംഭവം വലിയ ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ശ്രീ റഹ്മത്തുള്ള. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ്
നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഈ ആക്രമണം നടത്തിയ ആളുകളെ പിടികൂടിയിട്ടുണ്ടോ? പോലീസ് അവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇവരെ അക്യുപങ്ക്ചറുമായി ബോധവൽക്കരണ പരിപാടി നടത്തിയവർ കൊടുത്ത പരാതിയിൽ തന്നെ ഈ അക്രമത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സ്ത്രീകൾക്കടക്കം പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണല്ലേ അറിയാൻ കഴിഞ്ഞ കാര്യം. ഈ രീതിയിൽ, അതായത് കൃത്യമായും ആസൂത്രിതമായി നടത്തിയൊരു ആക്രമണം എന്നാണോ കരുതേണ്ടത്? മാത്രമല്ല, അക്യുപങ്ക്ചറുമായി ബന്ധപ്പെട്ട ചികിത്സ ശരിയല്ല, ആ ചികിത്സയൊക്കെ ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നു എന്ന ഒരു നിരന്തരമുള്ള സംഭവങ്ങളിൽ നിന്ന് ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, വീട്ടിലെ പ്രസവങ്ങളും അക്യുപങ്ക്ചർ ഫോളോ ചെയ്തുള്ള പ്രസവങ്ങളുമൊക്കെ മനുഷ്യർ മരണപ്പെടാൻ ഇടയാക്കുന്നു എന്ന ഒരു പൊതുബോധം ഈ കുറ്റ്യാടിയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നതാണ്. റഹ്മത്തുള്ള, ആ ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. ഒരു സംഘം സംഘടിച്ചെത്തുന്നു, ഈ ക്യാമ്പിനിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ആളുകളെ കയ്യേറ്റം ചെയ്യുന്നു. അങ്ങനെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. കാരണം അക്യുപഞ്ചർ ചികിത്സ തെറ്റായ ചികിത്സയാണ്, നിരവധി മനുഷ്യജീവനുകൾ പൊലിയുന്നുണ്ട്. അങ്ങനെ ഒരു പരാതിയോ ആക്ഷേപമോ ഉണ്ടെങ്കിൽ ഈ ക്യാമ്പിനെതിരെ പോലീസിൽ പരാതി നൽകാം, മറ്റ് നിയമ നടപടി സ്വീകരിക്കാം, വേണമെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കാം. പക്ഷേ ആളുകളെ കയ്യേറ്റം ചെയ്യേണ്ട കാര്യമുണ്ടോ? സാധാരണഗതിയിൽ ഇങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട ആളുകളുടെ ബന്ധുക്കളാണ് ഈ വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് കിട്ടിയ സൂചന. അവരാണ് ഇത്തരം അക്രമങ്ങൾ. സാധാരണ നമ്മൾ നിയമ നടപടി സ്വീകരിക്കുക, പ്രതിഷേധിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സംഘം ഒരു പ്രത്യേക ഹാള് വാടകയ്ക്കെടുത്ത് പരിപാടി നടത്തുന്നതിൽ പ്രതിഷേധിക്കുന്നതിനൊക്കെ പരിമിതികളുണ്ട് എന്നതാണ് സത്യം. വിവിധ പ്രദേശങ്ങളിൽ നിന്നും വന്ന ധാരാളം ആളുകളെ തീർച്ചയായും അങ്ങനെ ഒരു ശ്രീ റഹ്മത്തുള്ള, ഇത് എന്തായാലും ആസൂത്രിതമായിട്ടുള്ളൊരു പ്രതിഷേധം, ആക്രമണം എന്ന് തന്നെയാണോ കരുതേണ്ടത്? പോലീസ് ഈ വിഷയത്തിൽ എന്ത് നിയമ നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്? പോലീസ് സ്റ്റേഷനിൽ ഇവർ പോവുകയും പരാതി നൽകുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. പോലീസ് പരാതികളൊക്കെ വായിച്ച് നടപടിയെടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. FIR ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. FIRന്റെ കോപ്പിയും പരാതിയുടെ കോപ്പിയും ഒക്കെ ഞാൻ ചോദിച്ചു. എത്ര പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്? ഈ ആക്രമണം നടത്തിയ അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ എത്തിയ ഈ സംഘത്തിൽ എത്ര ആളുകളാണ് ഉണ്ടായിരുന്നത്? സക്കീറിന്റെ നേതൃത്വത്തിൽ 5 അംഗ സംഘമാണ് ഉണ്ടായിരുന്നത് എന്നാണ് അറിയുന്നത്. അവരെ പ്രതിരോധിക്കാനോ വേണ്ട മാതിരി അവരെ അടക്കി നിർത്താനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അക്യുപങ്ക്ചർ അക്കാദമിയുടെ ചെയർമാൻ ഡോക്ടർ ഷുഐബ് റിയാൽ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ചില സ്ത്രീകൾക്കടക്കം സാരമായി പരിക്കേറ്റിട്ടുണ്ട്. മറ്റു ആയുധങ്ങളും മറ്റും കൊണ്ടായിരുന്നോ ഇവരുടെ ആക്രമണം? അല്ലല്ല, ആയുധങ്ങളൊന്നുമില്ല. അത് ഉന്തും തിക്കലും പെട്ട് പരിക്കേറ്റു എന്നാണ്. ആയുധങ്ങളോ വടിയോ കത്തിയോ അങ്ങനത്തെ ആയുധങ്ങളൊന്നുമായിട്ടല്ല വന്നത്. അവര് സ്വാഭാവികമായിട്ട് ഈ ക്ലാസ് നടക്കുമ്പോൾ കടന്നു വരികയും അവിടെയുള്ളവരുമായിട്ട് ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി എന്നതിലപ്പുറമൊന്നുമില്ല. സംഘാടകർ പ്രത്യേകമായ ഒരു തയ്യാറെടുപ്പ് നടത്താത്തതിന്റെ കുഴപ്പമാണ് ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ പോലീസ് എത്തിയിട്ട് സംഭവം കഴിഞ്ഞിട്ടാണ് പോലീസിൽ പരാതി അങ്ങോട്ട് പോയി കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു ക്ലാസ് നടക്കുന്ന വിവരമൊന്നും പോലീസിൽ നേരത്തെ ഇൻഫോം ചെയ്തിരുന്നില്ല. സംഘാടകരാകട്ടെ ഇങ്ങനെ ഒരു അക്രമം നടക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടിരുന്നില്ല എന്നതാണ് സത്യം. വ്യക്തമാണ്. KPO റഹ്മത്തുള്ള മാധ്യമപ്രവർത്തകനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് കുറ്റ്യാടിയിലാണ് അക്യുപഞ്ചർ ബോധവൽക്കരണ ക്യാമ്പിനെതിരെ ആക്രമണമുണ്ടായത്. ഒരു സംഘം ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. പിന്നീട് ഈ സംഘടിച്ചെത്തിയവർ ഈ ക്യാമ്പിൽ പങ്കെടുത്തവരെ ആക്രമിക്കുകയായിരുന്നു. സ്ത്രീകൾക്കടക്കം സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പോലീസിൽ ഈ സംഘാടകർ പരാതി നൽകി. പോലീസ് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു.
നമസ്കാരം.